അയ്യോ വന്നോണ്ടെന്ന് തോന്നുന്നു. ഹലോ, ആർക്കെങ്കിലും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. വരുന്നുണ്ടോ ആവോ? യുവർ ലൈവ് വിൽ ഫോർ യു ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ആരുടെയും അങ്ങനെ മെസ്സേജ് വരുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ദിസ് മോസ്റ്റ് വാച്ച് ലൈവ് വീഡിയോ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹലോ അനു. ഓക്കെ, ഇതിപ്പോൾ ഫസ്റ്റാണ് ഞാൻ വരണത്, സോ ഇതിൻ്റെ രീതികളൊന്നും എനിക്കറിയില്ല. ഹായ് എല്ലാവർക്കും ഹായ്. അശ്വിൻ ജയകുമാർ ഹായ്. എല്ലാവർക്കും ഹായ്. അയ്യോ പിന്നെന്താണാവോ. ഹലോ, എല്ലാവരും ഹലോ ആണല്ലോ പറയണത്. ഓക്കെ ഹായ്. അയ്യോ ഹലോ ഹായ് അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയൂ ആൾക്കാർ. പപ്സ് കഴിച്ചോ? ഇല്ല, ഞാൻ അങ്ങനെ എന്നും പപ്സ് കഴിക്കണ ആളല്ല. ചായ കുടിച്ചു. ഹായ്. ഓ ഹായ് നിർത്തൂ, വേറെ എന്തെങ്കിലും ചോദിക്കൂ. ഐ എം ഗുഡ്. ഒരാൾ ഹൗ ആർ യു ചോദിച്ചിട്ടുണ്ട്. അനു പ്രഭാകർ ഹായ്. ഹായ്. ഇങ്ങനെ ഇപ്പം ഞാൻ ലൈവ് വന്നത് കുറേ ആൾക്കാർ ഇങ്ങനെ സ്ഥിരമായിട്ട് പറയാൻ തുടങ്ങി, ഞാൻ ഒരു മെസ്സേജിനും എൻ്റെ പേജിൽ വരുന്നതിന് റിപ്ലൈസ് ഒന്നും കൊടുക്കുന്നില്ലാണ്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവ് വന്നത്. അനുമോൾ നൈസ് സൗണ്ട്. അയ്യേ ഇതോ. എവിടെയാണ്? ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്, സുഖമായിട്ടിരിക്കണു. നെക്സ്റ്റ് മൂവി ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റൊക്കെ കേൾക്കുന്നുണ്ട്. അനു ഒന്നും കേൾക്കുന്നില്ലേ? എപ്പോൾ കേൾക്കുന്നുണ്ടോ? ചേച്ചി ഗ്ലാമറാണ്. ഓ താങ്ക് യു സോ മച്ച്. ഒപ്പം പെർഫോമൻസ് സൂപ്പർ, താങ്ക് യു. നെക്സ്റ്റ് റിലീസ് ഞാൻ പിന്നെ ഒപ്പത്തിനും കൊച്ചവ പോലോനും ശേഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സോ റിലീസ് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല. പുതിയ ഫിലിം എടുത്തില്ല. ഷൂട്ടിനിടയിലല്ല, ഞാനിപ്പോൾ വീട്ടിലാണ്. അയ്യോ ആരോ ഒരാൾ ഐ ലവ് യു പറയുന്നുണ്ട്. ഓക്കെ, ഇനി എയർപോർട്ടിൽ നിന്ന് പപ്സ് വാങ്ങും. പക്ഷെ റേറ്റ് എന്തായാലും കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. കല്യാണമായോ? അയ്യോ കല്യാണം ഒന്നും ആയിട്ടില്ല. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞത്. എല്ലാവരും എന്തായാലും മഴവിൽ മനോരമയിലെ 1-1-3 എന്നുള്ള പ്രോഗ്രാം എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഞാനും റേജനും സീരിയലൊക്കെ ഉള്ള റേജനും കൂടിയായിരുന്നു. ശരിക്കും അതിലൊരു സത്യവും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും അത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പൊന്നമ്പിളി എന്ന് പറഞ്ഞ സീരിയലിലെ രാഹുൽ, ഞങ്ങൾ 3 പേരും കൂടിയാണ് വരാനിരുന്നത്. കാരണം ഞാൻ മഴവിൽ മനോരമയിലെ ഒരു കോർഡിനേറ്ററിനെ എടുത്ത് അറിയാം. എനിക്ക് 2 ആഴ്ചന്റെ ഫോൺസ് വിളിച്ചായിരുന്നു. സോ ആ 2 പേരെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് സിനിമയിൽ നിന്ന് അവർക്കൊരു ആരാധികയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാനായിരുന്നു ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ രാഹുലിന് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കയറി ഷോന്. പക്ഷെ അത് ചുമ്മാ ചേച്ചി ഞങ്ങളെല്ലാം കൂടെ തമാശയ്ക്ക് പറഞ്ഞു, അങ്ങനെ കൗണ്ടർ പറഞ്ഞു പോയി. പെർഫോമൻസ് ആയി. അവസാനം അതിലെ ഡയലോഗും എല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് എന്റെ കല്യാണമായി. ശരിക്കും ഞങ്ങൾ രണ്ടും അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റായ ധാരണയാണ്. അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഒന്നും കാര്യമില്ല. ആക്ടിങ് സൂപ്പർബാണ്, താങ്ക് യു. സുന്ദരിയാണ്. അയ്യോ എനിക്ക് വയ്യ. താങ്ക് യു. പിന്നെ ഹായ് ചേച്ചി. ഹലോ. ഞാൻ ഇങ്ങനെ ലൈവ് ഡയലോഗ് എന്റെ എപ്പോഴത്തെയും ഫേമസ് ഡയലോഗ് പറയാൻ പറഞ്ഞാല് സ്ഥിരം ഹലോ അരുണേട്ട ഐ മിസ് യു തന്നെയാണ്. ഇപ്പോഴൊന്നുമില്ല. ഒരു ഞാൻ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടേ അതിനെ പറ്റിയിട്ടൊന്നും ചിന്തില്ല കേട്ടോ. പത്തനാപുരത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ പത്തനാപുരത്ത് കാമുകുംചേരി എന്നാണ് എന്റെ പ്രോപ്പർ സ്ഥലത്തെ പേര്. വീട്ടിലാണ്. പ്ലീസ് ആക്കോ, ഞാൻ സംസാരിക്കുന്ന ഇഷ്ടമായിട്ടില്ല. പ്രണയവും ഗോസിപ്പും കല്യാണം കഴിക്കില്ലേ? അയ്യോ ഒന്നും പറയാൻ പറ്റില്ലോ. ഇല്ലായിരിക്കും, ഉണ്ടായിരിക്കും. അതിനെ പറ്റി ചിന്തിക്കുന്നില്ല ഇപ്പോഴേ. മിസ് യു അരുണേട്ട. ഓക്കെ, എന്റെ പിടിയിലായിരുന്നു. സ്ലോ ആണല്ലോ.
എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. കാരണം ഇത് ഭയങ്കര അങ്ങോട്ടൊക്കെ ഭയങ്കര മഴ കോളുണ്ട്, അതുകൊണ്ടായിരിക്കും. I like the simplicity. അയ്യോ ഓക്കെ. അയ്യോ ഇപ്പൊ മൊത്തം ഇരുട്ടാ. അപ്പുറത്തൊക്കെ റബ്ബറും തോട്ടവും കാര്യങ്ങളൊക്കെ